നമസ്കാരം. ഗൾഫ് 18ലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. തീവ്ര പരിചരണ വിഭാഗത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. സന്ദർശകർക്ക് കർശന നിയന്ത്രണം. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി തിരക്കി മുഖ്യമന്ത്രി. കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ചു. നന്ദി പറഞ്ഞ ഉമ്മൻചാണ്ടി ഉമ്മൻ. ആരോഗ്യമന്ത്രി ആശുപത്രിയിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ സഹോദരൻ, ഭാര്യയും മകനും ചികിത്സയ്ക്ക് എതിരു നിൽക്കുന്നുവെന്ന് ആക്ഷേപം. ഭാര്യയും മൂത്ത മകളും ഇളയ മകനുമാണ്. 3 പേരാണ് ഇത് കൂടുതലായിട്ടിരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാട്, ശക്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിലപാടില്ല. ജർമ്മനിയിൽ പോയിട്ടും ശരിയായ രീതിയിൽ ചികിത്സ നടത്താൻ സമ്മതിച്ചില്ലെന്നും സഹോദരൻ. സഞ്ചാരികളുടെ ഇഷ്ടനഗരമായി ദുബായ്. 2022 UAEയിൽ എത്തിയത് 1.44 കോടി സന്ദർശകർ. സൗദിയുടെ സ്വപ്ന നഗരമായ നിയോമിൽ നിരവധി തൊഴിലവസരങ്ങൾ. നിയോമിൽ നിർമ്മാണം നടക്കുന്നത് $500 ബില്യൺ പദ്ധതി. ചെങ്കടൽ തീരത്ത് പദ്ധതി നിർമ്മാണം തുടങ്ങി. UAEയിലെ ആരോഗ്യ ഇൻഷുറൻസ് സേവന കേന്ദ്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കി. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് UAE കേന്ദ്ര ബാങ്ക്. അബുദാബി മലയാളി സമാജത്തിന്റെ UAE ഓപ്പൺ യുവജനോത്സവം സമാപിച്ചു. ഐശ്വര്യ ഷൈജിത്ത് കലാതിലകം. ഭൂകമ്പത്തിൽ വിറങ്ങലിച്ച തുർക്കിയും സിറിയയും. മരണസംഖ്യ 2000 കടന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹായവുമായി ലോകരാജ്യങ്ങൾ. ന്യൂമോണിയ സ്ഥിരീകരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷിച്ചു. ആരോഗ്യമന്ത്രിയെ നാളെ നിംസ് ആശുപത്രിയിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചു. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നാളെ രാവിലെ 8 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നെയ്യാറ്റിൻകര നിംസിലെത്തി തീവ്ര പരിചരണ വിഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കും. അതിനുശേഷം നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പി അടക്കമുള്ള 7 മെഡിക്കൽ ബോർഡുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തും. അക്കാര്യങ്ങൾ ആരോഗ്യമന്ത്രി തിരികെത്തി മുഖ്യമന്ത്രി തുടർന്നായിരിക്കും സർക്കാർ മെഡിക്കൽ ബോർഡിന് രൂപം നൽകണമോ എന്ന കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന സൂചനകളാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി വെന്റിലേറ്റർ സംവിധാനമുള്ള മെഡിക്കൽ ഐസിയു അവിടെ അദ്ദേഹത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ഡാൻ, ഇന്ന് രാവിലെ അടക്കം അദ്ദേഹം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് അദ്ദേഹത്തെ സന്ദർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞത്. ആ സമയത്തും പനി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാനല്ലേ? തീർച്ചയായും പനിയുടെ അസ്വസ്ഥതകൾ ഏതാനും ദിവസങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നതിനൊപ്പം തന്നെ ശാരീരികമായ ചില അവശതകൾ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ നിംസ് ആശുപത്രിയിലേക്ക് വൈകുന്നേരത്തോടെ എത്തിച്ചത്. അവിടെ എത്തിച്ച് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു സ്ഥിരീകരണം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നെഫ്രോളജി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ 7 അംഗ മെഡിക്കൽ ബോർഡിന് നിംസ് ആശുപത്രി രൂപം നൽകിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പനിയെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് ന്യൂമോണിയ ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയന്ത്രിക്കാനായി ഒരു മെഡിക്കൽ ബോർഡിനെയും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു. നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിലേക്ക് അയക്കുമെന്നും അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സ്റ്റേബിളാണ് എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്നത്. എന്തായാലും ന്യൂമോണിയ സ്ഥിരീകരിച്ച ഉമ്മൻചാണ്ടി ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഇനി മറ്റ് ഗൾഫ് വാർത്തകളിലേക്ക്. ലോക വിനോദസഞ്ചാര മേഖലയെ ദുബായ് നയിക്കുമെന്ന് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം.
2022 എമിറേറ്റ്സിലെത്തിയത് 1.44 കോടി സന്ദർശകരാണ്. കോവിഡ് കാലത്തിനു മുമ്പ് 2019 1.67 കോടിയാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്ക്. 2019 അപേക്ഷിച്ച് ആഗോള യാത്രകളുടെ എണ്ണത്തിൽ 37% കുറവുണ്ടായി. എന്നാൽ ദുബായ് സന്ദർശകരുടെ എണ്ണത്തിൽ നേട്ടമുണ്ടാക്കി. 2021 അപേക്ഷിച്ച് ദുബായ് സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ലോകത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന നഗരമായി ദുബായ് മാറി എന്നതിന്റെ സൂചനയാണിതെന്ന് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ വിലയിരുത്തുന്നു. നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോൾ തന്നെ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ കൂടിയായ ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ന്യൂസ് 18 ദുബായ്. മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത കൂടിയാണിത്. സൗദിയുടെ സ്വപ്ന നഗരമായ നിയോം ഇപ്പോൾ തൊഴിലവസരങ്ങളിൽ സമ്പന്നമാണ്. $500 ബില്യൺ നിയോം മെഗാ പ്രോജക്റ്റ് ലോകമെമ്പാടുമുള്ള വിദഗ്ധരെ ലക്ഷ്യമിടുന്നുണ്ട്. ചെങ്കടൽ തീരത്ത് വിശാലമായ സ്ഥലത്ത് പദ്ധതി നിർമ്മാണം തുടങ്ങി. ധനകാര്യം, പൊതുസുരക്ഷ, സ്പോർട്സ്, സ്ട്രാറ്റജി പ്ലാനിംഗ്, ടെക്നോളജി തുടങ്ങി നിരവധി മേഖലകളിലാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത്. നൂതനമായ അവസരങ്ങളാണ് നിയോം വാഗ്ദാനം ചെയ്യുന്നതെന്ന് എക്സിക്യൂട്ടീവ് HR ഡയറക്ടർ അമീൻ ബുഖാരി പറഞ്ഞു. ദ ലയൺ, ഒക്സഗോൺ എന്നിവയുൾപ്പെടെ നിയോം മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് 130 തൊഴിലവസരങ്ങളാണ് നിലവിൽ പരസ്യപ്പെടുത്തിയത്. ഉദ്യോഗാർത്ഥികൾക്ക് നിയോമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സിസ്റ്റം വഴി അപേക്ഷ നൽകാം. ന്യൂസ് 18 റിയാദ്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത ആരോഗ്യ ഇൻഷുറൻസ് സേവന കേന്ദ്രത്തിന്റെ ലൈസൻസ് UAE കേന്ദ്ര ബാങ്ക് റദ്ദാക്കി. ആരോഗ്യ ഇൻഷുറൻസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർമാർക്കും അവരുടെ വ്യാപാര നിയന്ത്രണത്തിനും ലൈസൻസ് നൽകുന്നതിനും ബാധകമായ നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. മെഡിക്കൽ ആനുകൂല്യങ്ങളും ക്ലെയിം അഡ്മിനിസ്ട്രേഷൻ സേവനങ്ങളും നൽകുന്ന ആരോഗ്യ സേവന കേന്ദ്രത്തിന്റെ ലൈസൻസാണ് റദ്ദാക്കിയത്. എല്ലാ കമ്പനികളും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര ബാങ്ക് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. 2022 ജൂണിൽ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുമെതിരെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇൻഷുറൻസ് മേഖലയ്ക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇത് പാലിക്കാത്ത കമ്പനികൾക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് 18 അബുദാബി. അബുദാബി മലയാളം സമാജം 3 ദിവസങ്ങളിലായി നടത്തിയ UAE ഓപ്പൺ യുവജനോത്സവം സമാപിച്ചു. നാടോടി നൃത്തം, ഭരതനാട്യം, കുച്ചിപ്പുടി, മോണോ ആക്ട്, മോഹിനിയാട്ടം എന്നിവയിൽ സമ്മാനം നേടിയ ഐശ്വര്യ ഷൈജിത്താണ് കലാതിലകം. മൂന്ന് വേദികളിലായി 300-ലധികം കുട്ടികൾ കലയുടെ മാറ്റുരച്ച കലാമാമാങ്കത്തിന് ഇന്നലെ രാത്രി മുസഫയിലുള്ള എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമി സ്കൂളിൽ സമാപനമായി. 23 പോയിന്റോടെ ഭവൻസ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യ ഷൈജിത്ത് കലാതിലകമായപ്പോൾ മറ്റു ഗ്രൂപ്പുകളിൽ ശിവാനി സജീവ്, ജനാലിയ ആൻ, നന്ദകൃഷ്ണ എന്നിവരും മികവ് തെളിയിച്ചു. കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാൽ, കലാമണ്ഡലം ലതിക P എന്നിവരായിരുന്നു നൃത്ത ഇനങ്ങളുടെ വിധികർത്താക്കൾ. ഗൾഫിലെ കുട്ടികൾ ക്ലാസിക്കൽ ഡാൻസ് ഇനങ്ങളിൽ മികച്ച നിലവാരം പുലർത്തിയതായി വിധികർത്താക്കൾ പറഞ്ഞു. സമാജം പ്രസിഡന്റ് റഫീഖ് കൈനയിൽ അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങിൽ LLH ഹോസ്പിറ്റൽ സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജസ്ലിൻ ജോസ് മുഖ്യാതിഥിയായി. സമാജം കലാവിഭാഗം സെക്രട്ടറി റിയാസുദ്ദീൻ PT, EFIR സ്കൂൾ പ്രിൻസിപ്പാൾ സജീവ് ഉമ്മൻ, LLH മാർക്കറ്റിംഗ് മാനേജർ നിവിൻ വർഗീസ്, സമാജം ജനറൽ സെക്രട്ടറി MU ഇർഷാദ്, രേഖിൻ സോമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 അബുദാബി. തുർക്കിയിലും സിറിയയിലും കനത്ത നാശം വിതച്ച ഭൂകമ്പത്തിൽ മരണം 2000-ഓളം അടുത്തുന്നു. തുർക്കിയിലെ 912 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. സിറിയയിലെ മരണസംഖ്യ 560 ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിന് 12 മണിക്കൂർ തികയും മുമ്പേ വീണ്ടും 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം കൂടി ഉണ്ടായി. Evet, şu an saat 4:30. Herkes sokağa çıktı. Arabası olanlar gitti. Biz anahtarı... തെക്കുകിഴക്കൻ തുർക്കിയിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 6000-ലേറെ പേർക്ക് ഭൂകമ്പത്തിൽ പരുക്കുപറ്റി. 3000-ലേറെ കെട്ടിടങ്ങൾ നിലംപൊത്തി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 100 ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പുലർച്ചെ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ 20ഓളം തുടർചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. ആശുപത്രികളടക്കം തകർന്നതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ വ്യോമമാർഗം മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ സംഘങ്ങളുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. യുദ്ധം നാശം വിതച്ച സിറിയയിൽ ഭൂകമ്പം ജനജീവിതം കൂടുതൽ ദുരിതമാക്കി. ആലപ്പോ, ഹാമ, ലറ്റാക്കിയ എന്നിവിടങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിലും 100 ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കവേ
പുലർച്ചെയുണ്ടായ ഭൂചലനത്തിന് മണിക്കൂറുകൾക്കകം വീണ്ടും തീവ്രത 7.7 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ദുരന്ത നിവാരണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ വിനിമയ നിരക്ക് UAE ദിർഹം 22 രൂപ 55 പൈസ, സൗദി റിയാൽ 22 രൂപ 7 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 75 പൈസ, ഖത്തറി റിയാൽ 22 രൂപ 75 പൈസ, ഒമാനി റിയാൽ 215 രൂപ 17 പൈസ, ബഹ്റൈനി ദിനാർ 219 രൂപ 72 പൈസ. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ NIA അന്വേഷണം SDPIയിലേക്കും. കൊച്ചി NIA ആസ്ഥാനത്ത് മാരത്തോൺ ചോദ്യം ചെയ്യൽ. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കലിനെ ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം ചോദ്യം ചെയ്തു. അതേസമയം 11 മണിക്കൂറായി മുറികളിലായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 100 പേരുടെ പട്ടിക തയ്യാറാക്കിയാണ് ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തൃശൂരിൽ പിടിയിലായ SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ഉസ്മാനുമായി ബന്ധപ്പെട്ട കേസിലാണ് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കലിനെ NIA ചോദ്യം ചെയ്തത്. SDPIയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഉസ്മാനാണെന്നാണ് വിവരം. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും SDPIയിലെത്തിയവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീരുമാനം. നേരത്തെ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിലിനെ കൊച്ചി യൂണിറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള SDPI നേതാക്കൾക്ക് NIA നോട്ടീസ് അയച്ചതായാണ് വിവരം. ഭീകര സംഘടനയുടെ നേതാക്കളുമായി ബന്ധം പുലർത്തിയിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്നവരെ വിശദമായ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ NIA ആസ്ഥാനത്ത് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. KB ഗണേഷ് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്തയാകുന്ന രീതിയിലല്ല പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടതെന്ന് LDF നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനാപുരത്തിന് അനുവദിച്ച പദ്ധതികളുടെ കണക്കും മുഖ്യമന്ത്രി വായിച്ചു. സർക്കാർ പണം അനുവദിക്കാതെയാണോ പത്തനാപുരത്ത് വികസനം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഗണേഷ് കുമാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടത്തുന്നതെന്നും MLAമാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നുമായിരുന്നു നേരത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഗണേഷ് കുമാറിന്റെ വിമർശനം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മേഴ്സിക്കുട്ടൻ രാജിവെച്ചു. രാജിക്കത്ത് കായിക മന്ത്രിക്ക് കൈമാറി. ഷറഫ് അലിയാണ് പുതിയ പ്രസിഡന്റ്. മുൻ രാജ്യാന്തര ഫുട്ബോൾ താരമായ ഷറഫ് അലി 10 വർഷത്തോളം തുടർച്ചയായി ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 5 തവണ നെഹ്റു കപ്പിലും 3 തവണ സാഫ് ഗെയിംസിലും 1 തവണ ഏഷ്യ കപ്പിലും ദേശീയ ടീമിനായി കളിച്ചു. ലെബനനിൽ നടന്ന പ്രീ വേൾഡ് കപ്പ് മത്സരത്തിലും ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. ഫുട്ബോൾ പരിശീലകൻ എന്ന നിലയിലും സംഘാടകൻ എന്ന നിലയിലും സജീവമാണ്. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ കുട്ടിയെ CWCക്ക് കൈമാറി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ നഗരസഭാ ജീവനക്കാരി രഹനയും പ്രതി ചേർത്തു. കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മന്ത്രി P രാജീവിന്റെ ഓഫീസിലേക്കും BJP പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാർച്ച് നടത്തി. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കുഞ്ഞിനെ ഏറ്റെടുത്ത അനൂപിന്റെ സഹോദരനാണ് ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് കുഞ്ഞുമായി എത്തിയത്. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ CWC പിന്നീട് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മാതാപിതാക്കളെ കണ്ടെത്തിയതിനു ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അവർ അറിയിക്കുകയാണെങ്കിൽ ദത്ത് നടപടിയിലേക്ക് CWC കടക്കും. കുട്ടിയെ CWC ഏറ്റെടുത്തു. തൽക്കാലത്തെ കുട്ടിയെ ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർന്ന് DCPയുമായിട്ട് ചർച്ച ചെയ്ത് തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും. കേസിലെ മുഖ്യപ്രതിയായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ചുമതലയുണ്ടായിരുന്ന അനിൽകുമാറിനായുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. ഇതിനിടെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംഭവത്തിൽ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അനിൽകുമാറിന് പുറമെ നഗരസഭാ ജീവനക്കാരി രഹനയെയും കേസിൽ പ്രതി ചേർത്തു. വ്യാജരേഖ ചമച്ചതിനും വഞ്ചനാ കുറ്റത്തിനുമാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന 2ാമത്തെ കേസ് കൂടിയാണിത്. നേരത്തെ രഹനയുടെ പരാതിയിൽ അനിൽകുമാറിനെ പ്രതിയാക്കി കേസ് എടുത്തിരുന്നു. കേസിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ അറിയിച്ചു. അതേസമയം കുറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് BJP കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്കും മാർച്ച് നടത്തി. ന്യൂസ് 18 കൊച്ചി. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.